കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റ എൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റ എൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി, നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി, നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോട് ബിരുദ് പ്രാപിക്കുന്നോനെ മാത്രമല്ലയോ, ഓട്ടക്കളത്തിലോട് കോരനെ ജനിച്ചിലോ. ബിരുദ് പ്രാപിക്കുന്നോനെ മാത്രമല്ലയോ, ഭാരം പാപം തള്ളി നോക്കി, നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള നാട്ടിലേക്ക് നേരെ ഓടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള നാട്ടിലേക്ക് നേരെ ഓടിടാം. ഭാരം പാപം തള്ളി നോക്കി, നേരെ ഓട്ടം തികയ്ക്കാം. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുക. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുക. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി, നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ, ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ, ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി, നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം ഓടുവാൻ അനേകർ മുൻവന്നെങ്കിലോ, ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോയി. ഓട്ടം ഓടുവാൻ അനേകർ മുൻവന്നെങ്കിലോ, ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോയി. ഭാരം പാപം ലക്ഷ്യം നോക്കി, നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി, നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഭാരം പാപം തള്ളി നോക്കി, നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം തീരും നാൾ സമീപമായി, കാഹളം കേട്ടിടാൻ സമയമായി വേഗമോടിടാം. ഓട്ടം തീരും നാൾ സമീപമായി, കാഹളം
കേട്ടിടാൻ സമയമായി വേഗമോടിയ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും. നാട്ടിൽ ചേർന്ന് പാട്ടുപാടി ആനന്ദിച്ചിടാം. ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും. നാട്ടിൽ ചേർന്ന് പാട്ടുപാടി ആനന്ദിച്ചിടാം. പാപം ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക. പിന്മഴ നൽകണം മാലിന്യം മാറണം ജനം വേല ചെയ്യുവാൻ. പിന്മഴ നൽകണം മാലിന്യം മാറണം ജനമുണർന്ന് വേല ചെയ്യുവാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ജീവൻ ചൈതന്യം ആശ്വസിച്ചിടാൻ. ചൈതന്യം നവജീവൻ നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പരമപിതാവേ പിന്മഴ പിന്മഴ നൽകണം മാലിന്യം മാറേണം നിഞ്ചനം വേല ചെയ്യുവാൻ. പിന്മഴ നൽകണം മാലിന്യം മാറേണം നിഞ്ചനം വേല ചെയ്യുവാൻ. മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത തുറക്കുനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ പെന്തക്കോസ്തു നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകണം പിന്മഴ നൽകണം മാലിന്യം വേല ചെയ്യുവാൻ. സൈന്യത്താലും അല്ല ശക്തിയാലും ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ദൈവത്തിന്റെ ആർത്തുപാടി സ്തുതിക്കാം. ആർത്തുപാടി സ്തുതിക്കാം. പിന്മഴ നൽകണം മാലിന്യം വേല ചെയ്യുവാൻ. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ തിന്മകൾ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി
അങ്ങേ അങ്ങേ ഞാൻ ഞാൻ സ്തുതിച്ചിടുമെന്നും. സ്തുതിച്ചിടുമെന്നും ഹല്ലേലൂയ. നിൻ നിൻ മഹാകൃപയ്ക്കായി മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. സ്തുതിച്ചിടുമെന്നും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം കീർത്തനം ചെയ്തെന്നും ആർത്തുമേശുവേ. ആർത്തുപാടി ആനന്ദത്തോടെ കീർത്തനം വേറെ പാടും ഞാൻ. നല്ല രക്ഷകൻ വേറെയും മൊഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. ആഹാലേലൂയ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്ക് മനോഹരം ദൈവമേ എന്നുള്ളം നിറയും ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ നിറയും ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം പരിചയം നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ജീവനുള്ള കാലത്തോളം കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതിബഹുമാനവും നീ യോഗ്യനാം.
ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം ദൈവപിതാവേ. എന്നുടെ താതൻ നീ ദൂതൻ പകൽ വാഴ്ത്തിയിടുന്നു നന്ദിയാ തിരുമുന്നിരിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. ആരാധനയും ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാനെന്ന് നീ യോഗ്യനാം. രേഷ്മ സിസ്റ്റർ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ആരാധന ആരാധന, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 17:20-21. ഹല്ലേലൂയ, സ്തോത്രം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. 1 യോഹന്നാൻ 1:3. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ഹെബ്രായർ 12:22-24 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയോ സിയോൻ പർവ്വതത്തിലും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ
പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഉൽപ്പത്തി 2:9 ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. 1 യോഹന്നാൻ 1:3 ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ പിതാവായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചു തരുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, വിശുദ്ധരുടെ സ്നേഹ സംസർഗം, അതിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. അധർമ്മികളും പാപികളുമായ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരു കൂട്ടത്തെ വേർതിരിച്ചു. ദൈവമക്കൾ എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരം തന്നെയാണ്. സഭ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ ശരീരത്തിലെ അവയവങ്ങളാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യങ്ങളായ നാം എല്ലാവരും. നമ്മൾ ആരാധനയ്ക്കായി കൂടി വരുന്നത് പ്രാദേശിക സഭകളിലാണ്. അവിടെ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പല സമൂഹത്തിൽ നിന്നും, പല സമൂഹങ്ങളിൽ നിന്നും, സമുദായങ്ങളിൽ നിന്നും കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നു, ഒരുമിച്ച് വചനം കേൾക്കുന്നു, വചനം പ്രബോധിപ്പിക്കുന്നു, തമ്മിൽ ആവശ്യങ്ങളിൽ സഹകരിക്കുന്നു, ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സുവിശേഷ വേലയിൽ നമ്മൾ പങ്കാളികളായി തീരുന്നു, തമ്മിൽ സംസാരിക്കുന്നു. ഒരുവൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ ആശ്വാസവാക്ക് പറയുന്നു. ഒരു സഹോദരൻ സഹോദരി വലിയ ആവശ്യത്തിൻ്റെ നടുവിലാണെങ്കിൽ കഴിയുന്നതും ആ വ്യക്തിയെ സഹായിക്കുന്നു. ഇതെല്ലാം ക്രിസ്തീയ കൂട്ടായ്മയുടെ ആ കമ്മ്യൂണിയന്റെ പ്രദർശനങ്ങളാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാ നിറവിൽ അപ്പസ്തോലനായ പത്രോസ് സുവിശേഷം പ്രസംഗിച്ചു. ഒരുപാട് ജനം ആ സുവിശേഷ പ്രസംഗം കേട്ടു. അവർ മാനസാന്തരപ്പെട്ടു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പത്രോസിന്റെ വാക്ക് ആ ദൈവത്തിന്റെ വചനം സ്വീകരിച്ച 3000-ഓളം പേർ സ്നാനപ്പെട്ടു. അവർ അതുവരെ ഉണ്ടായിരുന്ന ഈ സ്നാനപ്പെട്ടവർ അതുവരെ ഉൾപ്പെട്ടിരുന്ന സമൂഹം, മതം, മറ്റ് പ്രസ്ഥാനങ്ങൾ, മറ്റ് ബന്ധങ്ങൾ, അതിൽ നിന്നെല്ലാം വേർപെട്ട് അവർ ദൈവസഭയുടെ ഭാഗങ്ങളായി, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി. അങ്ങനെ കർത്താവിനാൽ തന്നെ ആരംഭിച്ച മനുഷ്യർക്ക് സഭ ആരംഭിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ കർത്താവ് സ്ഥാപിച്ച ആദിമ നൂറ്റാണ്ടിലെ സഭ തുടക്കത്തിൽ വലിയ സഹോദര സ്നേഹം, ഐക്യം, ഇതൊക്കെ അതിൽ കണ്ടിരുന്നു.
അതിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 43 തൊട്ട് വായിക്കുന്നു. എല്ലാവർക്കും ഭയമായി. അതിനു മുമ്പ് 41 തൊട്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 41 തൊട്ട്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ, പത്രോസിന്റെ സുവിശേഷ പ്രസംഗം സ്വീകരിച്ചവർ, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പസ്തോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനം സ്വീകരിച്ചവരാണ്. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേൾക്കുന്നു, കൂട്ടായ്മ ആചരിക്കുന്നു, അപ്പം നുറുക്കുന്നു, പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇനി ആ സമൂഹത്തിന്റെ പ്രത്യേകത, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. ഒരു സമൂഹം സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. ഇത് എല്ലാവർക്കും തുല്യമായി പങ്കിടുകയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആ സിസ്റ്റം ഇല്ല. ഒരുമനപ്പെട്ട് യാതൊരു കലക്കമില്ല, സഭാരാഷ്ട്രീയമില്ല, വഴക്കില്ല, ആരാധനയ്ക്കിടയിൽ തല്ലില്ല, വലിയ ഐക്യം. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും. ഉല്ലാസം ലോകം തരുന്ന ഉല്ലാസമല്ല. ഫിലിപ്പിയ 4:4 റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. കർത്താവ് കൊടുത്ത ആ ഉല്ലാസം. പുറമെ ഇവർക്ക് എതിർപ്പുണ്ടെങ്കിലും കർത്താവ് അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ച ആ ഉല്ലാസം, ജോയ്, അതിനെ നഷ്ടപ്പെടുത്തുവാൻ ഈ പുറമെയുള്ള ഉപദ്രവങ്ങൾക്ക് ശേഷിയില്ല. ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലേക്ക് കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇന്നത്തെ ചില സഭകളിലേക്ക് ആളുകൾ വരുന്നേയില്ല. സ്നാനമുണ്ട്, കർത്തൃമേശയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്. പക്ഷേ പുറമേ നിന്ന് ആരും ചില സഭകളിലേക്ക് വരുന്നില്ല. കാരണം ഒരു മനസ്സില്ല, ഐക്യതയില്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, സഭാരാഷ്ട്രീയം, പുറത്തു പറയാൻ പറ്റാത്ത ചില പാപങ്ങൾ, അതൊക്കെ അതിനകത്തുണ്ട്. നേതാക്കൾ അധികാരത്തിന് വേണ്ടി വടംവലിയാണ്. എന്നാൽ ചർച്ചിനകത്ത് ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആത്മാക്കളെ അയക്കണമേ, ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ, രക്ഷിക്കപ്പെടട്ടെ. പ്രാർത്ഥന നല്ലതാണ്. പക്ഷേ കർത്താവ് അത്തരം സഭകളിലേക്ക് ഇന്ന് പലപ്പോഴും ഒരാത്മാവിനെ അയക്കുന്നില്ല. അയച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി ഇത്തരം കൂട്ടായ്മകളിൽ കുറച്ച് വർഷം പോയാൽ ആദ്യത്തേതിനേക്കാളും ഒരുപക്ഷെ വഷളായിത്തീരും. എന്നാൽ ആദിമ നൂറ്റാണ്ടിൽ അങ്ങനെയല്ല. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സംഘടനയോടല്ല ചേർത്തത്, ശരീരമായ സഭയോട് ചേർത്തു. കർത്താവ് സംഘടനയോട് ആൾക്കാരെ ചേർക്കുന്നില്ല, തൻ്റെ സഭയോടാണ് ആളുകളെ ചേർക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു, ഉപദേശിച്ചു. എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ജീവിക്കേണ്ടത്? ഒരു ജീവിത മാതൃക കാണിച്ചു തന്നു. നമുക്ക് വേണ്ടി സഹിച്ചു. നാം പിൻചെല്ലുവാൻ ഒരു മാതൃക തന്നുമിരിക്കുന്നു, ഒരു ജീവിത മാതൃക. എങ്ങനെ ക്രിസ്ത്യാനികൾ ജീവിക്കണം?
എങ്ങനെ അവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, ക്ഷമിക്കണം, പൊറുക്കണം, കൊടുക്കണം, എല്ലാ കാര്യങ്ങളെയും കുറിച്ച്, അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, എല്ലാത്തിനെയും കുറിച്ച് കർത്താവ് പ്രമാണം തന്നിട്ടുണ്ട്. ഒരു ജീവിത മാതൃക നമുക്ക് അനുഗമിക്കുവാൻ കർത്താവ് 33.5 വർഷം കൊണ്ട് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, എന്നെ അനുഗമിക്കുവിൻ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ക്രിസ്തു അവർക്ക് ഒരു ജീവിത മാതൃക നൽകിയിരിക്കുന്നു. ആ ജീവിത മാതൃക ഫോളോ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചർച്ചുകളിൽ ഉണ്ടാവുകയില്ല. ക്രിസ്തുവിനെയും അവിടുത്തെ പ്രബോധനത്തെയും അകറ്റി നിർത്തിയത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ അന്ധകാര ശക്തികളുടെ വിളയാട്ടം ഇന്ന് പല സഭകളിലും സഭാ കേന്ദ്രങ്ങളിലും കാണുവാൻ കഴിയുന്നത്. എന്നാൽ ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുവാൻ സമയമെടുത്തപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സകലവും വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചുകൊണ്ട്, ഈ വക്രതയും കോട്ടവും അന്ധകാര ശക്തിയും നിറഞ്ഞ ഭൂമിയിൽ നിർത്തിക്കൊണ്ട് ക്രിസ്തു സ്വർഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ ക്രിസ്തു അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അവർക്ക് കുറെ പണം കൊടുക്കണമെന്നോ, നല്ല വീട് കൊടുക്കണമെന്നോ, നല്ല ജോലി കൊടുക്കണമോ, നല്ല ജോലി കൊടുക്കണേ, ഇതൊന്നുമല്ല പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന യോഹന്നാൻ 17-ാം അധ്യായത്തിലുണ്ട്. ചില വാക്യങ്ങൾ വായിക്കുകയാണ്. യോഹന്നാൻ 17:20 തൊട്ട്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. പിതാവ്, ആ പിതാവിൻ്റെ പുത്രനായ യേശു, തികഞ്ഞ സ്നേഹബന്ധത്തിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവിൻ്റെ ഹിതം മാത്രമാണ് പുത്രൻ ചെയ്തത്. പുത്രനെ അതായത് യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി. വിശ്വാസികളെ ദൈവവചനപ്രകാരം നടത്തുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തികഞ്ഞ ഐക്യത്തിലാണ്. ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യർക്ക്, അതിൽ നമ്മളും പെടുന്നു, തമ്മിൽ തമ്മിൽ ഐക്യവും സ്നേഹവും ഉണ്ടാകണം. ഭിന്നിപ്പ് പാടില്ല, പിളർപ്പ് പാടില്ല. പിതാവിനോട് യേശു ക്രിസ്തു ഇതാണ് പ്രാർത്ഥിക്കുന്നത്. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. ക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട, വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച വിശ്വാസികൾ എവിടെയെല്ലാം ഉണ്ടോ, ഏത് രാജ്യങ്ങളിലുണ്ടോ, ഏത് പ്രദേശങ്ങളിലുണ്ടോ, അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. ഭിന്നിച്ചും വേർതിരിഞ്ഞും നിൽക്കുന്ന അവസ്ഥയല്ല, അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. കാരണം ഐക്യമുണ്ടെങ്കിൽ പിശാചിന് ഒരു സഭയെ, ഒരു കൂട്ടായ്മയെ തകർക്കാൻ പറ്റില്ല. പുറമേ എതിർപ്പുണ്ടെങ്കിലും തമ്മിൽ തമ്മിൽ സഹോദരങ്ങൾ എന്ന കാഴ്ചപ്പാടിൽ ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ചും ദൈവാത്മാവിനനുസരിച്ചുകൊണ്ടും ക്രിസ്തുവിനെ മാതൃകയാക്കി ഓരോ വിശ്വാസികളും ജീവിക്കുന്ന ഒരു സഭയെ തകർക്കുവാൻ പിശാചിന് സാധിക്കുകയില്ല. 1 യോഹന്നാൻ 1:3 ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അപ്പസ്തോലനായ യോഹന്നാൻ 3.5 വർഷത്തോളം ക്രിസ്തുവിന്റെ കൂടെ നടന്നു. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ കേട്ടു. ക്രിസ്തുവിന്റെ ജീവിതം നേരിട്ട് കണ്ടു. അവിടുത്തെ മഹത്വം സ്വന്തം കണ്ണുകളാൽ ദർശിച്ചു. അവിടുത്തെ സ്നേഹത്തിന്റെ ആഴം യോഹന്നാൻ അനുഭവിച്ചു. ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങൾ മറ്റു ശിഷ്യന്മാരുടെ കൂടെ യോഹന്നാനും അതിനെല്ലാം സാക്ഷിയായി. യോഹന്നാൻ ഒരു സുവിശേഷം എഴുതി, 3 ലേഖനങ്ങൾ എഴുതി. അതിൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ അദ്ദേഹം സഭാവിശ്വാസികളോട് ഇങ്ങനെയാണ് പറയുന്നത്:
ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്. ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കേട്ടവരാണ്, ക്രിസ്തുവിനെ നേരിട്ട് കണ്ടവരാണ് അപ്പസ്തോലന്മാർ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. വിശ്വാസികളും ശുശ്രൂഷകന്മാരും തമ്മിലുള്ള കൂട്ടായ്മ, ഒരു വിശ്വാസിയും മറ്റൊരു വിശ്വാസിയും തമ്മിലുള്ള കൂട്ടായ്മ, കമ്മ്യൂണിയൻ, സ്നേഹബന്ധം, വിശുദ്ധ സംസർഗം, സഹകരണം, എല്ലാ മേഖലകളിലും ഇതാണ് മുഖ്യം. ഒരു ചർച്ചിൽ ഇതാണ് ആദ്യമായിട്ട് വേണ്ടത്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. തമ്മിൽ തമ്മിൽ സ്നേഹമില്ലെങ്കിൽ ഇതാ സാത്താന്റെ സന്തതികൾ എന്ന് ലോകക്കാർ തന്നെ പറയും. വഴക്കും വൈരാഗ്യവും വിദ്വേഷവും സഭാരാഷ്ട്രീയവും ആണെങ്കിൽ ഇവർ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്ന് ആരും പറയുകയില്ല. വേറെ പല പേരിലായിരിക്കും വിശ്വാസികളെ ലോകക്കാർ വിളിക്കുക. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. യോഹന്നാന് സ്വർഗീയ പിതാവുമായി കൂട്ടായ്മയുണ്ട്, ഫെലോഷിപ്പ്. യേശുക്രിസ്തുവിനോട് കൂട്ടായ്മയുണ്ട്. അങ്ങനെയുള്ള യോഹന്നാന് യേശുവിന്റെ രക്തത്തിന്റെ സമ്പാദ്യങ്ങളായ സഭയിലെ വിശ്വാസികളോടും കൂട്ടായ്മയുണ്ട്. നമ്മുടെ കൂട്ടായ്മ ആദ്യം ബലപ്പെടേണ്ടത് ദൈവവുമായിട്ടാണ്. പിതാവിനോടും പുത്രനോടും സ്നേഹത്തിലുള്ള കൂട്ടായ്മ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് സഭാവിശ്വാസികളെ സ്നേഹിക്കാനും ഇവരെല്ലാം എൻ്റെ സഹോദരന്മാരാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് എന്ന മട്ടിൽ നമുക്ക് ഉൾക്കൊള്ളാനും സഹകരിക്കാനും എല്ലാം സാധിക്കും. പക്ഷേ നമുക്ക് പിതാവിനോടും പുത്രനോടും കാര്യമായി കൂട്ടായ്മയില്ല എങ്കിൽ സഭാവിശ്വാസികളോടും കാര്യമായി കൂട്ടായ്മ ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തോടുള്ള സ്നേഹബന്ധം ഉലഞ്ഞുകിടക്കുന്നുവെങ്കിൽ അതിൻ്റെ തെളിവാണ് സഹോദരബന്ധം ഉലഞ്ഞുകിടക്കുന്നു. എന്നാൽ ഇവിടെ യോഹന്നാൻ പറയുന്നത് 1 യോഹന്നാൻ 1:3, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ഇനി സുവിശേഷ വേലയിൽ തമ്മിലുള്ള കൂട്ടായ്മ, സഹകരണം. നിങ്ങൾ ഭൂലോകത്തെ എല്ലായിടങ്ങളിലും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. ഇത് ക്രിസ്തു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നൽകിയ കൽപ്പനയല്ല, തൻ്റെ ശിഷ്യന്മാർക്ക് മൊത്തമായി നൽകിയ കൽപ്പനയാണ്. ഒരു സഭയിൽ ഇതാ ഒരു സഹോദരൻ സുവിശേഷം അറിയിക്കാൻ പോകുന്നു. അപ്പോൾ മറ്റു സഹോദരന്മാരും അദ്ദേഹത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു. ഒരു സഭയിൽ നിന്ന് 2 പേർ സുവിശേഷം അറിയിക്കുവാൻ ഭവന സന്ദർശനം നടത്തുവാൻ പോകുന്നു. ഒരു സഹോദരന് കാര്യമായി സംസാരിക്കാനൊന്നും അറിയുകയില്ല. മറ്റൊരു സഹോദരന് വചനം നന്നായി പറയാൻ അറിയും. വചനം നന്നായി പറയുന്ന സഹോദരൻ അവിടെയുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ കൂടെയുള്ള സഹോദരൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കൂട്ടായ്മ പ്രവർത്തനത്തിലും ഇതാ ഒരു സഹോദരൻ പരസ്യമായി സുവിശേഷം പ്രസംഗിക്കുന്നു. അപ്പോൾ മറ്റു സഹോദരന്മാരും അരികെ വന്ന് നിൽക്കുന്നു. സുവിശേഷ പ്രസംഗത്തിൽ ഞങ്ങളും കൂട്ടാളികളാണ്. ഒരു സഹോദരൻ സുവിശേഷ ലേഖ കൊടുക്കുമ്പോൾ ഇതാ മറ്റേ സഹോദരനും അതിൽ തന്നെ കൊണ്ടാകുന്നത് പോലെ സഹകരിക്കുന്നു. പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മ നിറവിൽ പത്രോസ് പ്രസംഗിക്കുകയാണ് സുവിശേഷം. പത്രോസ് മാത്രമല്ല, ആ ഉന്നതത്തിലെ ശക്തി പ്രാപിക്കുവാൻ ധാരാളം പേർ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മ ശക്തി വന്നു. അവർ അന്യഭാഷകളിൽ സ്തുതിക്കുവാൻ തുടങ്ങി. പക്ഷേ ജനത്തോട് സുവിശേഷം പറയുന്നത് ഒരാൾ മാത്രമാണ്. അത് പത്രോസാണ് ആത്മനിറവിൽ പ്രസംഗിക്കുന്നത്. അപ്പോൾ മറ്റു 11 പേരും അപ്പസ്തോലന്മാരും അവർ പ്രസംഗിക്കുന്നില്ല എങ്കിലും പത്രോസിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരാൾ പ്രസംഗിക്കുന്നു, മറ്റുള്ളവരെല്ലാം അതിന് കൂട്ടായ്മ അറിയിച്ചുകൊണ്ട്
അടുത്ത് നിൽക്കുന്നു. അതുപോലെ പ്രാർത്ഥനയിൽ കൂട്ടായ്മ, വസ്തുവകകളുടെ കാര്യത്തിൽ കൂട്ടായ്മ, സുവിശേഷീകരണത്തിൽ കൂട്ടായ്മ, എല്ലാ മേഖലയിലും കൂട്ടായ്മ. കാരണം സഭ എന്നുള്ളത് ഒരു യൂണിറ്റാണ്, ഒരു വൺ മാൻ ഷോ അല്ല. എല്ലാവരും ഒരുമിച്ച് സഹകരിക്കുന്നു. സഭയുടെ ശിരസ് ഏതെങ്കിലും സഭാ നേതാവല്ല, മനുഷ്യനല്ല, ക്രിസ്തുവാണ്. ശിരസായ ക്രിസ്തുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഉടലിലെ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു. ശിരസിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അവയവങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ യാതൊരു ഭിന്നതയും ഉണ്ടായിരിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഒരു വിശ്വാസിക്ക് ഒരു കാര്യം ഹൃദയത്തിൽ ചെയ്യുവാൻ പ്രേരണ കൊടുക്കുമ്പോൾ തന്നെ അതേ കാര്യത്തെക്കുറിച്ച് മറ്റൊരു വിശ്വാസിക്കും പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുക്കുന്നു. ഈ സഹോദരൻ പറയുന്നു, സഹോദര, നമുക്ക് ആ കാര്യം ചെയ്യണം. കേട്ട സഹോദരൻ പറയുകയാണ്, ഞാനും അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, കാരണം ദൈവാത്മാവ് ആ വിഷയത്തെക്കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാട് തന്നു. ഒരു സഹോദരനെ ഫോൺ ചെയ്യുവാനായിട്ട് പ്രേരണ തരുമ്പോൾ ഫോൺ ചെയ്യുന്നു. ഫോൺ എടുത്ത സഹോദരൻ പറയുകയാണ്, സഹോദരൻ, ഞാൻ തിരിച്ച് നിന്നെ വിളിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നീ എന്നെ വിളിക്കുന്നത്. ഇതെന്തൊരു കൂട്ടായ്മയാണ്! ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള ഒരു അദൃശ്യ സ്നേഹബന്ധമുണ്ട്. ഒരേ ആത്മാവാണ് അവരെ നിയന്ത്രിക്കുന്നത്. ഒരേ ആത്മാവിനെയാണ് അവർ പാനം ചെയ്തിരിക്കുന്നത്. ഒരേ അപ്പത്തിലാണ് അവർ അംശികളായിരിക്കുന്നത്. ഒരേ സ്വർഗത്തിലാണ് അവർ പോകാനിരിക്കുന്നത്. ഒരേ വചനമാണ് കേൾക്കാനിരിക്കുന്നത്. ഒരേ പൗരത്വമാണ് അവർ പ്രാപിച്ചിരിക്കുന്നത്. ഹെവൻലി സിറ്റിസൺഷിപ്പ്, സ്വർഗീയ പൗരത്വം. ഇതുപോലെ ഒരു ഐക്യം, സ്നേഹം ലോകത്തിൽ വേറെ എവിടെയും കാണുകയില്ല. ലോകത്തിൽ പല സംഘടനകളിലും ഐക്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടിയിൽ ഐക്യമുണ്ട്. ഒരേ ആദർശങ്ങൾ വിശ്വസിക്കുന്നവർ തമ്മിൽ ഒരൈക്യമുണ്ട്. ഒരേ പ്രൊഫഷൻ ചെയ്യുന്നവർക്ക് ഒരൈക്യമുണ്ട്. ഡോക്ടേഴ്സ് തമ്മിൽ, ടീച്ചേഴ്സ് തമ്മിൽ, അങ്ങനെ മറ്റു പല വർക്കേഴ്സ് തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. സ്വതവേ മനുഷ്യന് കൂട്ടം കൂടുവാനും സ്നേഹിക്കുവാനും ഒരേ ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരോട് സഹകരിക്കാനും ഒക്കെയുള്ളൊരു കഴിവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ തന്നെ ക്രിസ്തുവിനെ അറിയാത്ത ധാരാളം ആളുകൾ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ചില സോഷ്യൽ വർക്കൊക്കെ അവർ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവസഭയിലെ കൂട്ടായ്മ സംഘടനകളിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലെ ഇത്തരത്തിലുള്ള ഐക്യം പോലെയല്ല. ഇത് പരിശുദ്ധാത്മാവ് ദൈവമക്കളിൽ ഉളവാക്കുന്ന ഒരു ഐക്യമാണ്. എന്നാൽ ഈ ഐക്യം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നാം ആരാധിക്കാൻ പോകുന്ന സഭയിലെല്ലാം ഇത് ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ ഓരോ വിശ്വാസിയും ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് സ്ഥാനമുള്ള ഒരു സഭയായിരിക്കണം. ദൈവാത്മാവിനെ അനുസരിക്കാതെ ഐക്യമുണ്ടാവുകയില്ല. ഗലാത്യ 2:9 എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എനിക്കും ബർണ്ണബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. യാക്കോബും കേഫാവും യോഹന്നാനും നേരത്തെ അപ്പസ്തോലന്മാരാണ്. അവർ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അല്പം വൈകിയാണ് പൗലോസ് ഈ രംഗത്തേക്ക് വരുന്നത്. കർത്താവ് തന്നെയാണ് നേരിട്ട് പൗലോസിനെ തെരഞ്ഞെടുക്കുന്നത്. ക്രിസ്തുവിരോധി അപ്പസ്തോലനായി തീർന്നപ്പോൾ നേരത്തെ സുവിശേഷ വേലയിൽ പരിചയമുള്ള സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും അവരെന്താ ചെയ്തത്? പുതുതായി വന്ന പൗലോസ് എന്ന അപ്പസ്തോലനോട് അവരെന്ത് സമീപനമാണ് സ്വീകരിച്ചത്? തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന സഭയുടെ തൂണുകളായി, സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നടത്തിയിരുന്ന വ്യക്തികൾ എന്ന നിലയിലാണ് അവർ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും, പൗലോസിനെ ദൈവം വിളിച്ചത് വിജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനാണ്. അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും,
പത്രോസും യാക്കോബും യോഹന്നാനുമൊക്കെ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചു. ഇടയിലും സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ബർണബാസും പൗലോസും ജാതികളുടെ അടുത്തേക്ക് സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ഇതാ യാക്കോബും കേഫാവും യോഹന്നാനും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുകയാണ്. സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. അല്ലാതെ അത് ആരെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സുവിശേഷം അറിയിക്കുന്ന സഹോദരന്മാരെ അവഗണിക്കുകയല്ല 1-ാം നൂറ്റാണ്ടിലെ സഭ ചെയ്തത്. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. വിശ്വാസികൾ യേശുവിന്റെ രക്തത്താൽ യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ട സഭയിലെ വിശ്വാസികൾ വെളിച്ചത്തിൽ നടക്കണം. ചർച്ചിലെ ചില സഹോദരന്മാർ അഥവാ ജഡികരാണ്, സൂത്രക്കാരാണ്, കപടഭക്തരാണ്, ചതിക്കാൻ വേണ്ടി, തട്ടിക്കാൻ വേണ്ടി സഭയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ സ്വന്തം സഹോദരങ്ങൾ എന്ന് കരുതി ചിലതെല്ലാം പ്രവർത്തിച്ചാൽ, ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ നാം വഞ്ചിക്കപ്പെട്ടു പോകും. ആദ്യം സഭയിലെ എല്ലാ സഹോദരന്മാർക്കും വെളിച്ചത്തിൽ നടക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാകണം. വെളിച്ചം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്, ദൈവവചനപ്രകാരമുള്ള ഒരു വിശുദ്ധ ജീവിതം. വിശുദ്ധിയിൽ ജീവിക്കുന്ന സഹോദരന്മാർ തമ്മിൽ കൂട്ടായ്മ. 12 അപ്പസ്തോലന്മാർ, പക്ഷേ അതിൽ ഒരുവൻ സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്നവനായിരുന്നു. കുറെയെല്ലാം ഒരുമിച്ച് നടന്നു, പക്ഷെ ഒടുവിൽ യൂദാസിന്റെ ശരിക്കുള്ള സ്വഭാവം വെളിപ്പെട്ടു. കൂട്ടത്തിൽ ഉണ്ടായിരുന്നവനാണ്, ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. അവൻ പോയി കെട്ടിഞ്ഞാന്ന് മരിച്ചു കളഞ്ഞു. പിന്നെ അവനോട് കൂട്ടായ്മ എങ്ങനെ ഉണ്ടാകും? അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ പറയുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ. ആരെ? പരിശുദ്ധനായ യേശു ക്രിസ്തു. ക്രിസ്തുവിൽ ഇരുട്ട് ഒട്ടുമില്ല, അവിടുന്ന് പാപം അറിഞ്ഞിട്ടില്ല, പരിശുദ്ധനാണ്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, സഭയിലെ എല്ലാ വിശ്വാസികളും വെളിച്ചത്തിൽ വിശുദ്ധിയിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അതുകൊണ്ട് ഒരു സഭയിൽ എല്ലാ ദൈവമക്കളും ശുശ്രൂഷകനും വെളിച്ചത്തിൽ നടക്കുന്നുണ്ട്, വചനപ്രകാരം വിശുദ്ധിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരാളും പ്രസംഗിക്കാതെ തന്നെ വലിയ സ്നേഹബന്ധം, ഐക്യം എല്ലാം ഉണ്ടാകും. പക്ഷേ വിശ്വാസികളും ശുശ്രൂഷകന്മാരും വെളിച്ചത്തിൽ നടക്കുന്നില്ല എങ്കിൽ പിന്നെ അവിടെ എന്തെല്ലാം പ്രസംഗിച്ചിട്ടും, എന്തെല്ലാം പ്രോഗ്രാമുകൾ, പരിപാടികൾ, കൺവെൻഷൻ, കുട്ടികൾക്കുള്ള കലാപരിപാടികൾ എന്തെല്ലാം നടത്തിയാലും വിശേഷതയൊന്നുമില്ല. അന്ധകാര ശക്തികളെ പുറത്താക്കുവാൻ അത്തരം സഭകൾക്ക് കഴിവില്ല. എന്നാൽ യോഹന്നാൻ പറയുന്നത് 1 യോഹന്നാൻ 1:7, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അത് ഇന്നും ഉണ്ട് പ്രിയമുള്ളവരെ. വെളിച്ചത്തിൽ നടക്കുന്ന ഒരു സഹോദരൻ, വെളിച്ചത്തിൽ മറ്റൊരു സഹോദരൻ, അവർ തമ്മിലൊരു കൂട്ടായ്മയുണ്ട്. വെളിച്ചത്തിൽ നടക്കുന്ന ഒരു സഹോദരന് ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് കൊടുക്കും. ഇതാ, നീ ആ സഹോദരനെ നോക്കൂ, ആ സഹോദരൻ വെളിച്ചത്തിൽ നടക്കുന്നവനാണ്. വെളിച്ചത്തിൽ നടക്കുന്നവർ തമ്മിൽ ഇന്നും സഭയിൽ കൂട്ടായ്മയുണ്ട്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു എൻ്റെ സകല പാപവും നീക്കി ശുദ്ധീകരിച്ചു. 1-2 അല്ല, സകലവും. പക്ഷേ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട എല്ലാവരും വെളിച്ചത്തിൽ നടക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. യേശു എല്ലാ പാപവും നീക്കി, ഞാൻ രക്ഷിക്കപ്പെട്ടു, ക്ഷമിച്ചു, കർത്താവ് എൻ്റെ അകൃത്യങ്ങൾ ക്ഷമിച്ചു. അത് ഏറ്റവും ഭാഗ്യകരമായ ഒരു കാര്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പക്ഷേ
യേശുവിൻ്റെ രക്തത്താൽ പാപക്ഷമ പ്രാപിച്ചവരെല്ലാവരും വെളിച്ചത്തിൽ നടക്കണം. അപ്പോഴാണ് സഹോദരന്മാർ തമ്മിൽ കൂട്ടായ്മയുള്ളത്. അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, നീയും രക്ഷിക്കപ്പെട്ടു, നമ്മൾ തമ്മിൽ ഇനി യാതൊരു കൂട്ടായ്മയുമില്ല. കാരണം നമ്മൾ രണ്ടാളും ഇരുട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ കൂട്ടായ്മയില്ല. അടുത്ത 5 വാക്യങ്ങൾ വായിക്കാം. മലാക്കി 3:16. യഹോവ ഭക്തന്മാർ അന്നു തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. മത്തായി 18:20. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സങ്കീർത്തനങ്ങൾ 34:3. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. 55:14. നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്തു പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ. അപ്പോസ്തല പ്രവൃത്തി. സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയത്തോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. എബ്രായർ 10:25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. വചനമിന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. മലാക്കി 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഒരു വിശ്വാസി, രക്ഷിക്കപ്പെട്ടൊരു സഹോദരൻ മറ്റൊരു സഹോദരനോട് സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിൽ ധാരാളം ആളുകൾ പരസ്പരം സംസാരിക്കാറുണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കൾ, സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ യഹോവ ഭക്തന്മാർ സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ദൈവഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. അതുകൊണ്ട് മറ്റൊരു സഹോദരൻ്റെ ആത്മീക വളർച്ചയ്ക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. സഹോദരനെ ആത്മീയമായി പടുത്തുയർത്തുന്ന, കറക്റ്റ് ചെയ്യുന്ന, വചനത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ സംസാരിക്കണം. കാരണം നമ്മൾ പറയുന്നത് ഏഷണിയല്ല, അനാവശ്യമായ വിമർശനമോ കുറ്റം പറച്ചിലോ അല്ല. കാരണം നമ്മൾ പറയുന്നത് 2 സഹോദരന്മാർ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരെന്താണോ പറയുന്നത് കർത്താവ് കേൾക്കുന്നുണ്ട്. അവരുടെ മധ്യത്തിലില്ലാത്ത മറ്റു പലരുടെയും കുറ്റങ്ങളാണോ പറയുന്നത് 2 സഹോദരന്മാർ ഒരുമിക്കുമ്പോൾ? അതും കർത്താവ് കേൾക്കുമല്ലോ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവിടുത്തെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ, രക്ഷിക്കപ്പെട്ട നമ്മൾ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ
ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ആ കൂട്ടായ്മയെ ഒരുപക്ഷെ 2-3 പേർ മാത്രമുള്ള ഒരു ഫെലോഷിപ്പായിരിക്കാം, കൂട്ടായ്മയായിരിക്കാം. അതിന് വലിയ പ്രത്യേകതയുണ്ട്. അതെന്താണ്? മത്തായി 18:23, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 2-3 പേർ മറിയത്തിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ മറിയമുണ്ട്. മറിയാരാധകർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം 2-3 മറിയാരാധകർ ഒരുമിച്ച് കൂടി മറിയത്തോട് അപേക്ഷിക്കുമ്പോൾ അവരുടെ നടുവിൽ മറിയം ജീവനോടെ എന്നതുപോലെ മറിയത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നും അവരോടൊപ്പം മറിയം പ്രാർത്ഥിക്കുന്നുണ്ടെന്നും മറിയാരാധകർ വിശ്വസിക്കുന്നു. കാരണം ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ മറിയത്തോട് അപേക്ഷിക്കാൻ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ മറിയം ആ പ്രാർത്ഥന കേൾക്കാൻ വരുന്നുവെന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ മറിയം സർവ്വവ്യാപിയാണ് എന്നവർ വിശ്വസിക്കുന്നു. ലോകത്തിലെവിടെ മറിയാരാധകർ ഒരുമിച്ച് കൂടിയാലും അവിടെയെല്ലാം ആ സമയങ്ങളിൽ ഒരേ സമയത്ത് മറിയത്തിന് സന്നിഹിതയായി ആ പ്രാർത്ഥനയിൽ സഹകരിക്കാനും അവരോടുകൂടെ പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒരു സർവ്വവ്യാപക ശക്തി മറിയത്തിനുണ്ടെന്നാണ് മറിയാരാധകർ വിശ്വസിക്കുന്നത്. എന്നിട്ടാണ് അവർ മറിയത്തോട് അപേക്ഷിക്കുന്നത്. പക്ഷേ യേശു പറഞ്ഞത് എന്താണ്? യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവിടെ മറിയം ഉണ്ടാകുമെന്നല്ല. കാരണം ഇത് കർത്താവിന് മാത്രം സാധ്യമായൊരു കാര്യമാണ്. ഭൂമിയിൽ എവിടെയെങ്കിലും 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങോട്ട് കടന്നു വരുവാൻ ദൈവത്തിനല്ലാതെ ആർക്കാണ് സാധിക്കുക? മറിയം ഒരു വ്യക്തിയാണ്. വിശുദ്ധന്മാരെല്ലാം മനുഷ്യരാണ്. അവർ മരിച്ചു, കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ഇനി ഭൂമിയിലെ മനുഷ്യരുടെ അടുത്തേക്ക് ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് ആകില്ല. അവർ മനുഷ്യരാണ്. ദൈവത്തിന് മാത്രമാണ് വ്യത്യസ്ത പ്രദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഏതോ മൂലകളിൽ മനുഷ്യർ ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിൻ്റെ നാമത്തിലാണെങ്കിൽ അത് 2 ലക്ഷമായാലും 2-3 പേർ ആയാലും കർത്താവിൻ്റെ നാമത്തിന്, കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല. നമ്മൾ എന്തുകൊണ്ട് മറിയാരാധനയും കൊന്തയും നടത്തുന്നില്ല? കാരണം ദൈവമക്കളായ നമ്മൾ ആരാധനയ്ക്കായി ചർച്ചിൽ പോകുമ്പോൾ, അല്ല 2-3 ദൈവമക്കൾ ഒരു മരച്ചുവട്ടിൽ സമ്മേളിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മറിയത്തോട് അപേക്ഷിക്കുന്നില്ല? അവിടെ മറിയത്തിനൊന്നും വരാൻ സാധ്യമല്ല. നാം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ ദൈവമക്കളുടെ കൂട്ടായ്മയുടെ നടുവിൽ യേശുവാണ് ഉള്ളത്. ജീവിക്കുന്ന യേശു അദൃശ്യനായി അവിടെയുണ്ട്. അപ്പോൾ പിന്നെ യേശു തന്നെ നമ്മുടെ കൂട്ടായ്മയിലുണ്ടെങ്കിൽ നമ്മൾ ആരോടാണ് അപേക്ഷിക്കുക? യേശുവിനോടായിരിക്കും. യേശുവില്ല എങ്കിൽ പലരോടും വിളിച്ചപേക്ഷിക്കും. അങ്ങനെയാണ് ധാരാളം മധ്യസ്ഥന്മാരെല്ലാം ഈ ലോകത്തിൽ ക്രിസ്തു മതത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്. ക്രിസ്തുവിനെ ഒഴിവാക്കിയപ്പോൾ വേറെ പല ശക്തികളും കടന്നുകൂടി. അതിന് പല പേരുകളും കൊടുത്തിട്ടുണ്ട് എന്നു മാത്രം. ഇവിടെ ഇതാ നമ്മുടെ വിഷയം ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മ ക്രിസ്തുവാണ് നമുക്ക് തരുന്നത്. നാം തന്നെ സ്വന്തം ശക്തിയാൽ ഉളവാക്കുന്നതല്ല. കാരണം ക്രിസ്തുവാണ് ദൈവമക്കളുടെ ശിരസ്. സഭയുടെ ശിരസ് ക്രിസ്തു. സഭ യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അപ്പം ക്രിസ്തുവുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും ഉടലുമായി, ശരീരവുമായി, വിശ്വാസികളുമായി നമുക്ക് ബന്ധമുണ്ടാകും. ഉടലും ശിരസ്സുമായി ബന്ധമല്ലെങ്കിൽ വേറെ പലതുമായിട്ടായിരിക്കും ബന്ധം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും, എവിടെയൊക്കെ, ഇന്ത്യയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, ആഫ്രിക്കയിലാകട്ടെ, ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ സമയത്ത് 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നു. 30 പേർ കൂടി വരുന്നു, 50 പേർ കൂടി വരുന്നു, 50,000 പേർ കൂടി വരുന്നു. ഏത് മൂലയിൽ ആരൊക്കെ യേശുവിൻ്റെ നാമത്തിൽ കൂടി വന്നാലും ഒരേ സമയത്ത് അവിടെയെല്ലാം യേശു പ്രത്യക്ഷനായിരിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം ആ കൂട്ടായ്മയിലുണ്ട്. എന്താ കാരണം?
യേശു സർവ്വവ്യാപിയായതുകൊണ്ടാണ്. ഹാലേലൂയ. ഈ കഴിവ് മറിയത്തിനോ അബ്രഹാമിനോ മോശയ്ക്കോ മരിച്ചുപോയ വേറെ ഏതെങ്കിലും വിശുദ്ധർക്കോ ഇല്ല. കാരണം ആ കഴിവുണ്ടെങ്കിൽ അവരൊക്കെ ദൈവങ്ങളായിട്ട് മാറും. നമുക്കൊരു ദൈവമേ ഉള്ളൂ. സങ്കീർത്തനം 34:3 എന്നോട് ചേർന്ന് മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. നമ്മൾ എന്തുകൊണ്ട് സഭാരാധനയിൽ പങ്കെടുത്ത് ഒരുമിച്ച് സ്തോത്രഗീതങ്ങൾ പാടുന്നു, ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നു? എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. വ്യക്തിപരമായി നമ്മൾ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതുപോരാ. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മധ്യേ യേശുവിൻ്റെ പ്രത്യേക സാന്നിധ്യമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. കൊളോസ്യ 1:27. എന്നാൽ ദൈവമക്കൾ സഭയായി കൂടി വരുമ്പോൾ അവിടെ പ്രത്യേക സാന്നിധ്യമുള്ളത് കൊണ്ട് 34 സങ്കീർത്തനം 3 എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. ചിലപ്പോൾ ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോഴും ആഹ്വാനം ചെയ്യും, ദൈവത്തെ സ്തുതിക്കുക, ഉറക്കെ സ്തുതിക്കുക. അത് തെറ്റല്ല. നമ്മൾ ദൈവത്തെ ഉറക്കെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ്? മറ്റുള്ളവരും ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തന്നെയാണ്. എന്നാൽ നമ്മൾ വാ തുറക്കാതെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നവരാണെങ്കിലോ മറ്റുള്ളവർ ഉറക്കെ സ്തുതിക്കുമ്പോൾ നമുക്ക് പരിഹസിക്കാൻ തോന്നും. അയ്യേ, അവർ കാണിക്കുന്നത് കണ്ടില്ലേ, ഹല്ലേലൂയ പറയുന്നു പോലും. എന്നാൽ ഇവിടെ ഇതാ 34 സങ്കീർത്തനം 3 എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച്. ഒറ്റയ്ക്കും സ്തുതിക്കാറുണ്ട് സങ്കീർത്തനക്കാരൻ. പക്ഷെ ഇപ്പോഴിതാ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ആരാധനയിലുള്ള ഐക്യം, സ്തുതിക്കുന്നതിലുള്ള ഐക്യം, സ്തോത്രഗീതം പാടുമ്പോൾ സ്തോത്രം പറയുമ്പോഴുള്ള ഐക്യം. അവരൊക്കെ സ്തുതിക്കട്ടെ, അവരൊക്കെ പാട്ട് പാടട്ടെ, അവരൊക്കെ അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കട്ടെ. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എത്ര വലിയ ജോലിക്കാരനാണ്, അയ്യോ എനിക്കിതുപോലെയൊന്നും ഒച്ചയിടാൻ പറ്റില്ല. അങ്ങനെയല്ല. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. കാരണം വർഷിപ്പിലും ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിയൻ ദൈവമക്കൾ തമ്മിലുണ്ട്. 55 സങ്കീർത്തനം 14 നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. ഒറ്റയ്ക്കും പോകാം. പക്ഷേ ഇവിടെ ഇതാ നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. ആരാധനയിൽ കൂട്ടായ്മ, സ്തുതിക്കുന്നതിൽ കൂട്ടായ്മ, ഇനി പ്രാർത്ഥിക്കുന്നതിൽ കൂട്ടായ്മ. കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉയരത്തിലെ ശക്തി പ്രാപിക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുവിൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14 സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:12 തൊട്ട് അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നേരത്തെ ആരാധനയിലുള്ള ഒരു മനസ്സ്, കമ്മ്യൂണിയൻ, കൂട്ടായ്മ. ഇപ്പോഴിതാ പ്രാർത്ഥനയിൽ കൂട്ടായ്മ. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും. മറിയയാണ് ആ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അധ്യക്ഷ.
മറിയമാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്, മറിയമാണ് കൃപാവരം നൽകുന്നത്, മറിയത്തോട് അപേക്ഷിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നും ഒക്കെ മറിയാരാധകർ വ്യാജം പറയാറുണ്ട്. ഇവിടെ മറ്റനേകർ പ്രാർത്ഥിക്കാൻ കൂടി വന്നപ്പോൾ കൂട്ടത്തിൽ മറിയയും ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ മറിയയും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ മറിയാരാധകർ പറയുന്നത് മറിയയാണ് ആ പ്രാർത്ഥനാ കൂട്ടായ്മ ലീഡ് ചെയ്തത്, അതിൻ്റെ അധ്യക്ഷ മറിയം. കാരണം എല്ലാത്തിനും മറിയത്തെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളത്, മറിയത്തെ മഹത്വപ്പെടുത്തി ഒരുപാട് വ്യാജം പറഞ്ഞ് മറിയത്തെ മഹത്വപ്പെടുത്തി മറിയാരാധന ശക്തിപ്പെടുത്തുവാനാണ്. അതിന് എത്രത്തോളം വ്യാജം ദൈവവചനത്തിൽ മായം ചേർത്ത് എത്രത്തോളം ആളുകളെ കബളിപ്പിക്കാമോ അത്രത്തോളം കബളിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് നാം കാണുന്നത്. മറിയാരാധന വർദ്ധിക്കുവാൻ വേണ്ടി തിരുവചനത്തിൽ എത്രത്തോളം മായം ചേർക്കാമോ അത്രത്തോളം. ഇവിടെ ഇതാ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അമ്മയായ മറിയം മാത്രമല്ല, മറിയം യേശുവിനെ കൂടാതെ മറ്റു മക്കളെയും പ്രസവിച്ചു. യാക്കോബ്, യോസ, യൂദ, ശീമോൻ. ആ യേശുവിൻ്റെ മറ്റു മക്കളെയും അവിടെ കാണാൻ പറ്റും, യേശുവിൻ്റെ സഹോദരന്മാർ. എന്നാൽ മറിയം നിത്യകന്യകയാണ്, പ്രസവിച്ചില്ല എന്ന് വ്യാജം പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഒരുപാട് നുണ ഇന്ന് ലോകത്തിൽ ലഭ്യമാണ്, പ്രത്യേകിച്ച് മറിയാരാധന വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാൽ ദൈവമക്കളുടെ കൂട്ടായ്മയിൽ വ്യാജത്തിന് സ്ഥാനം പാടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കുന്ന ഒരു പ്രസംഗം, ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കുന്ന സഭയുടെ വ്യാജമായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി വചനത്തിൽ മായം ചേർക്കുന്ന ഒരു സഭയിൽ എങ്ങനെയാണ് വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധം ഉണ്ടാവുക? എങ്ങനെയാണ് വിശ്വാസികളും ശുശ്രൂഷകന്മാരും തമ്മിൽ ഐക്യം ഉണ്ടാവുക? സത്യവചനത്തിൽ മായം ചേർക്കുന്ന കൂട്ടായ്മകളാണ് സഭകളാണ് എങ്കിൽ അവിടെയൊന്നും ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം പിശാച് നുണ പറയുന്നവനും നുണയുടെ പിതാവുമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കുക, അത് ഏതെങ്കിലും സഭയ്ക്ക് വേണ്ടിയോ വ്യക്തിക്ക് വേണ്ടിയോ പ്രസ്ഥാനത്തിന് വേണ്ടിയോ ഏതെങ്കിലും പാരമ്പര്യം സംരക്ഷിക്കാനോ മറ്റ് ഏതിൻ്റെയെങ്കിലും പേരിലായാലും വചനത്തിൽ മായം ചേർത്താൽ അവിടെ അന്ധകാര ശക്തികൾക്ക് നുഴഞ്ഞു കയറുവാൻ സാധിക്കും. അപ്പോൾ പിന്നെ അവിടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടായിരിക്കുകയില്ല. ഈ പറയുന്ന കമ്മ്യൂണിയൻ അവിടെ ഉണ്ടായിരിക്കുകയില്ല. കലക്കം, ഭിന്നത, അസൂയ, ഷണ്ട, അധികാരം വടംവലിയൊക്കെ വചനത്തിൽ കൂട്ടുചേർക്കുന്ന പ്രസ്ഥാനങ്ങളിലും സഭകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വിഷയം ഇതാണ്: പ്രാർത്ഥനയിൽ ഒരു മനസ്സ്, പ്രാർത്ഥനയിൽ കൂട്ടായ്മ. ഇവിടെ സഭ സ്ഥാപിതമായപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ 2-ാം അധ്യായം നമ്മൾ തുടക്കത്തിൽ വായിച്ചു, 46 തൊട്ട്. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും. സ്നേഹത്തിൻ്റെ കൂട്ടായ്മ 100% തികവിൽ സഭയുടെ തുടക്കത്തിലുണ്ടായിരുന്നു. അതാണ് നാം വായിച്ചത്. പ്രാർത്ഥനയിലും ആരാധനയിലും അപ്പം നുറുക്കലിലും സുവിശേഷ വേലയിലും എല്ലാ കാര്യങ്ങളിലും. ഇനി ദൈവമക്കൾ തമ്മിൽ ബന്ധപ്പെടുവാൻ ദൈവസഭ ദൈവം തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നാം ആരാധിക്കാൻ കൂടി വരുന്ന പ്രാദേശിക സഭയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രദർശനമാണ്. എബ്രായ ലേഖനം 10:25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകും.
സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവമക്കൾ തമ്മിൽ കാണുവാനും തമ്മിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും ഓർത്ത് പ്രാർത്ഥിക്കുവാനും വചനം കേൾക്കുവാനും ക്രിസ്തീയ സ്നേഹം പങ്കിടുവാനും മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാനും പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ ഐക്യം അത് സഭയിലാണ് അത് സഭായോഗത്തിലൂടെ ദൈവമക്കൾ തമ്മിലുള്ള കൂടിവരവുകളിലൂടെ അതെല്ലാം പ്രദർശിപ്പിക്കുവാൻ സാധിക്കും. ദൈവസഭയിൽ പോകാതെ ഒറ്റപ്പെട്ട് ആർക്കും ഉത്തമനായൊരു ക്രിസ്ത്യാനിയാകുവാൻ സാധിക്കുകയില്ല. സഭായോഗങ്ങളൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാം, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്, ഒരു സഹോദരൻ ക്ഷീണത്തിലോ തളർച്ചയിലോ പ്രലോഭനത്തിൻ്റെ നടുവിലോ ആണെങ്കിൽ മറ്റു സഹോദരന്മാർ വചനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ച് അദ്ദേഹത്തെ തെറ്റിതിരുത്തുകയും തളർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യണം. ഇത് സഭയുമായി ബന്ധമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്, ഒരാൾ മാത്രം പ്രബോധിപ്പിച്ചാൽ മതി, അതല്ല, തമ്മിൽ പ്രബോധിപ്പിക്കുക. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഒരു സഹോദരന് വലിയ മന്ദത, ആത്മീയ തീഷ്ണതയില്ല, മറ്റുള്ളവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മറ്റു സഹോദരന്മാർ ആ സഹോദരനെ ഉത്തേജിപ്പിക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് എവിടെ വെച്ചാണ് നടക്കുക? സഭാ കൂട്ടായ്മ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകും. ഇനി കർത്തൃമേശ, അത് ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കൂട്ടായ്മ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇടമാണ് കർത്തൃമേശ. കാരണം 1 കൊരിന്ത്യർ 10:17, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാണ്. എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാണ്. കാരണം ഞങ്ങൾ കഴിക്കുന്നത് ഒരേ അപ്പം. ആ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സാദൃശ്യമാണ്. അതുകൊണ്ട് കർത്തൃമേശ, അതിൽ പങ്കെടുക്കും തോറും തമ്മിലുള്ള കമ്മ്യൂണിയൻ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മ വർദ്ധിച്ചു വരേണ്ടതാണ്. കാരണം അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ഒരേ അപ്പത്തിൽ നിന്ന് നമ്മൾ ഭാഗഭാക്കുകളായി തീരുകയാണ്. ആ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സാദൃശ്യമാണ്. പലരായ നാം ഒരു ശരീരമാകുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് സഭയിലെ വിശ്വാസികൾ. ലോകത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എവിടെയുണ്ടോ അവരെല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് കർത്തൃമേശയിൽ ശക്തിപ്പെടുകയാണ്. അല്ലാതെ കർത്തൃമേശയിൽ കൂടുതൽ പങ്കെടുക്കും തോറും വിഭാഗീയതയും സഭാരാഷ്ട്രീയവുമല്ല വർദ്ധിക്കേണ്ടത്. വഴക്കും കലഹവും ഭിന്നതയുമല്ല കർത്തൃമേശ നടത്തുമ്പോൾ ഉണ്ടാകേണ്ടത്. സ്നേഹം, ഐക്യം, ഒരു മനസ്സ്, വിട്ടുകൊടുക്കുക, സഹകരണം, ഇതൊക്കെയാണ് കർത്തൃമേശയിൽ കൂടുതലായി പങ്കെടുക്കും തോറും ദൈവമക്കളിൽ വർദ്ധിച്ചു വരേണ്ടത്. 1 കൊരിന്ത്യർ 10:17, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു, നാം എല്ലാവരും ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ദൈവമക്കളുടെ സംസാരം ലോകത്തിലെ മറ്റു മനുഷ്യർ സംസാരിക്കുന്നത് പോലെയല്ല. നമ്മൾ വിശുദ്ധരാണ്, അതുകൊണ്ട് നമ്മുടെ സംസാരവും വിശുദ്ധമാണ്. നമ്മുടെ വാക്കുകൾ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഏതെങ്കിലും സഭയിൽ ആരാധനയ്ക്കിടയിൽ
വഴക്കും തർക്കവും ഒക്കെ ഉണ്ടെങ്കിൽ ഓർക്കുക, അവിടെ ദൈവഭയമില്ല, കർത്താവിനും അവിടുത്തെ വചനത്തിനും സ്ഥാനമില്ല. അത്തരം കാര്യങ്ങളൊന്നും മറ്റു സഭകൾ മാതൃകയാക്കരുത്. അന്ധകാര ശക്തികൾ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹത്തിനും ഐക്യത്തിനും ഇടയിൽ കലക്കമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയാസിലെല്ലാം ഇന്ന് ചിലപ്പോൾ ദൈവമക്കൾ എന്ന് പറയുന്ന ചിലരുടെ ആരാധനയ്ക്കിടയിൽ തന്നെ വല്ലാത്ത വാക്ക് തർക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതെല്ലാം പിശാച് ഷെയർ ചെയ്യുകയാണ്. ലോകത്തിലെ മറ്റു ജാതികളെല്ലാം കാണട്ടെ, ദൈവസഭയെ ഞാൻ ഈ രീതിയിൽ വഷളാക്കിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ സഭയിൽ സ്നേഹവും ഐക്യവും വേണ്ടിയെടുത്ത് ഞാൻ അവരുടെ ഇടയിൽ കടന്നു ചെന്ന് ആ സഭയെ ഒരു പാതാള ഗോപുരമാക്കി തീർത്തു. അവിടെ ഇതാ ആരാധനയ്ക്കിടയിൽ തന്നെ വഴക്കും പോലീസും കേസും അടിപിടിയും. അങ്ങനെ ആ ദൈവസഭയെ ഞാൻ തോൽപ്പിച്ച് ഞാനാണ് അവിടെ ജയിച്ചിരിക്കുന്നത് എന്ന് നാട്ടുകാരെ നിങ്ങളെല്ലാം അറിയണം. അതിനുവേണ്ടി പിശാചാണ് ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. പിശാചിനത് പ്രചരിപ്പിക്കാം. കാരണം ദൈവസഭ ക്രിസ്തുവിൽ നിന്നും അവിടുത്തെ വചനത്തിൽ നിന്നും മാറിപ്പോയപ്പോൾ ചിലയിടങ്ങളിൽ ഇതാ പിശാചാണ് ദൈവമക്കളെ തോൽപ്പിച്ച് ആർത്തുചിരിക്കുന്നത്. അവർ ദൈവമക്കളാണെന്ന് അത്തരം സഭകളിലുള്ള ഈ വഴക്കൊക്കെ കൂടുന്ന പല വ്യക്തികൾ അവകാശപ്പെട്ടാലും വാസ്തവത്തിൽ അവരുടെ പിതാവ് ആരാണെന്ന് അവരുടെ പ്രവൃത്തികൾ വ്യക്തമാക്കുന്നുണ്ട്. യഹൂദന്മാർ അന്ന് വിചാരിച്ചു, ഞങ്ങൾക്ക് വലിയ പാരമ്പര്യമുണ്ട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്. പക്ഷേ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ്. കാരണം പിശാച് ബോഷ്ക്ക് പറയുന്നവൻ, ബോഷ്കിൻ്റെ അപ്പൻ. ഇപ്പോൾ പിശാചിൻ്റെ സ്വഭാവമാണ് ആ യഹൂദന്മാരിൽ കാണുന്നത്. അതുകൊണ്ട് അബ്രഹാമല്ല, പിന്നെയോ പിശാചാണ് നിങ്ങളുടെ പിതാവ്. കാരണം അവരുടെ പ്രവൃത്തി അവരുടെ പിതാവിനെ വെളിപ്പെടുത്തി. അതുകൊണ്ട് കേവലം ദൈവമക്കൾ എന്ന പേര് ധരിച്ചതുകൊണ്ടോ ദൈവസഭ എന്ന് ബോർഡ് വെച്ചതുകൊണ്ടോ കാര്യമില്ല. അവിടെയുള്ള വിശ്വാസികളുടെ പ്രവൃത്തി എങ്ങനെയാണ്, അതാണ് അവർ വാസ്തവത്തിൽ ദൈവമക്കളാണോ പിശാചിൻ്റെ മക്കളാണോ എന്നതിനെ സാക്ഷ്യം വഹിക്കുന്നത്. അടുത്ത 5 വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10:17 അപ്പം ഒന്ന് ആകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ അംശികൾ ആകുന്നുവല്ലോ. മലാക്കി 3:16 യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ നമസ്കരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 1:11 അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്കു വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. എഫേസ്യർ 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. കൊളോസ്യർ 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. നാം ധ്യാനിക്കുന്നത് ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, വിശുദ്ധന്മാർ തമ്മിലുള്ള സ്നേഹ സംസർഗം, കൂട്ടായ്മ. ആരാധനയിൽ കൂട്ടായ്മയുണ്ട്, സ്തോത്രം പറയുന്നതിൽ കൂട്ടായ്മയുണ്ട്, ഒന്നിച്ച് ദൈവനാമത്തെ ഉയർത്തുക, പ്രാർത്ഥനയിൽ കൂട്ടായ്മയുണ്ട്. 2 കൊരിന്ത്യർ 1:11 അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും.
നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥനയിൽ പരസ്പരം മധ്യസ്ഥത ചെയ്യുന്നതിൽ കൂട്ടായ്മ. അപ്പസ്തോലനായ പൗലോസ് എല്ലാ വിശ്വാസികൾക്കും വേണ്ടി അദ്ദേഹം ജീവനോടെ ഇരുന്നപ്പോൾ മധ്യസ്ഥത നടത്തി. മരിച്ചാൽ പിന്നെ പൗലോസിന് മധ്യസ്ഥത നടത്താൻ പറ്റില്ല. ഒരിക്കലും പൗലോസ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞില്ല, വിശ്വാസികളെ, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത നടത്തി. ഓരോ വിശ്വാസിക്ക് വേണ്ടി അദ്ദേഹം മധ്യസ്ഥത നടത്തി. ഞാൻ മരിച്ചാലും ഈ പണി തുടരും, ഒരിക്കലും പറഞ്ഞില്ല. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കാനാണ് ഞാൻ പോകുന്നത്, അതാണ് താൻ പറഞ്ഞത്. അല്ലാതെ അവിടെ പോയി മധ്യസ്ഥത നടത്താനാണ് ഞാൻ പോകുന്നത് എന്ന് പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന ഒരു വിശുദ്ധൻ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധന് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥത നടത്തണം. പൗലോസ് ദൈവമക്കൾക്ക് വേണ്ടി മാധ്യസ്ഥത നടത്തി. ദൈവമക്കൾ, അന്നത്തെ സഭയിലെ വിശ്വാസികൾ പൗലോസിനും വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ഈ രീതിയിലുള്ള മധ്യസ്ഥത ഇന്നും ഉണ്ട്. നമുക്ക് വേണ്ടി ഒരു സഹോദരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു, നമ്മൾ ആ സഹോദരന് വേണ്ടി അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഇതാണ് പ്രാർത്ഥനയിൽ കൂട്ടായ്മ. മറ്റൊരു സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി പല പരിശോധന അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, രോഗം അനുഭവിക്കുന്ന ഒരു സഹോദരന്, സഹോദരിക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് മാധ്യസ്ഥത നടത്തുമ്പോൾ, അവരെ സൗഖ്യമാക്കണമേ എന്ന് യാചിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ കൂട്ടായ്മ, ഫെല്ലോഷിപ്പ് കാണിക്കുകയാണ്. എഫേസ്യ 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധർ, മരിച്ചുപോയാൽ നമുക്ക് ആർക്കും ഭൂമിയിൽ ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത നടത്താൻ പറ്റില്ല. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ മാത്രമാണ് സുവിശേഷ വേലയും പ്രാർത്ഥനയും മറ്റുള്ളവരെ സഹായിക്കലും ഇതൊക്കെ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോഴാണ്, മരിച്ചു കഴിഞ്ഞിട്ടല്ല. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും, വല്ലപ്പോഴുമല്ല, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും, ഇത് ഏതെങ്കിലും സഭയിലെ നേതാവ് വിശുദ്ധരാക്കിയ വിശുദ്ധന്മാരല്ല, അങ്ങനെ ആർക്കും വിശുദ്ധ പദവി കിട്ടുകയില്ല. യേശുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ചവർ, കൃപയാൽ രക്ഷിക്കപ്പെട്ടവരെ പിതാവായ ദൈവമാണ് വിശുദ്ധ പദവി കൊടുത്ത് അലങ്കരിക്കുന്നത്. അങ്ങനെയാണ് അവർ വിശുദ്ധരായത്, അവരുടെ പ്രവൃത്തികൾ കൊണ്ടല്ല. സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി, പൗലോസിനും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. 1-ാം നൂറ്റാണ്ടിലെ സഭ പൗലോസിന് വേണ്ടി അപേക്ഷിച്ചു. പൗലോസ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പൗലോസിന് വേണ്ടി അപേക്ഷിക്കണമോ? ഇല്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലമാണ് ക്രിസ്തു വരുമ്പോൾ കിട്ടുക. മരിച്ചതിന് ശേഷം വീണ്ടും മധ്യസ്ഥത നടത്തുക, അങ്ങനെ ഒരു ആശയമേ ബൈബിളിലില്ല. ഭൂമിയിൽ ജീവനോട് ഇരിക്കുമ്പോൾ ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധന് വേണ്ടി മധ്യസ്ഥത നടത്തണം. മറിയത്തിന് മധ്യസ്ഥത നടത്താൻ പറ്റുമോ? മറിയം ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ മറ്റു പലർക്കും വേണ്ടിയൊക്കെ മധ്യസ്ഥത നടത്തിയിട്ടുണ്ട്, അവർക്ക് വീഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറിയം മരിച്ചതോടുകൂടി മറിയത്തിൻ്റെ മധ്യസ്ഥത അവസാനിച്ചു. പൗലോസ് ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ സകല വിശുദ്ധർക്കും വേണ്ടി മധ്യസ്ഥത നടത്തിയിട്ടുണ്ട്. പക്ഷേ മരിച്ചപ്പോൾ തൻ്റെ മധ്യസ്ഥത അവസാനിച്ചു. ഇപ്പോൾ മുതൽ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന വിശുദ്ധർ ഭാഗ്യവാന്മാർ. അവർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ച്, അവർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കേണ്ടതാകുന്നു. വെളിപ്പാട് 13:14 ഒരു മിനിറ്റ്. വെളിപ്പാട് 14:13. വെളിപ്പാട് 14:13. വെളിപ്പാട് 14:13. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിശുദ്ധർ
പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, സുവിശേഷത്തിന് വേണ്ടി കഷ്ടനഷ്ടങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷെ മരിക്കുമ്പോൾ അവരുടെ ഇത്തരം പ്രവൃത്തികളെല്ലാം അവസാനിക്കുകയാണ്. പിന്നെ അവർ ഭൂമിയിൽ മറ്റുള്ളവരെ സഹായിച്ചതിന്, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ നടത്തിയതിന്, എന്തൊക്കെ സൽപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ അതിന് പ്രതിഫലം അവർക്ക് കിട്ടും. അല്ലാതെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഭൂമിയിൽ അധ്വാനിച്ചതുപോലെ, പ്രാർത്ഥനയിൽ പോരാടിയതുപോലെ ഒരു മധ്യസ്ഥത പ്രാർത്ഥനയൊന്നും സ്വർഗത്തിലില്ല. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. കാരണം ഇവിടെ നമ്മൾ വായിച്ചു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അല്ലാതെ അവർ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കില്ല, മരിച്ചാലും ഇങ്ങനെ മധ്യസ്ഥ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ പഠിപ്പിക്കുന്നത് പൈശാചിക ഉപദേശമാണ്. വചനത്തിനെതിരെയുള്ള പഠനത്തിൻ്റെ പുറകിലൊക്കെ പ്രവർത്തിക്കുന്നത് പിശാചാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. കൊളോസ്യർ 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. പരസ്പരം പ്രബോധിപ്പിക്കുക, എക്സ്ഹോർട്ടേഷൻ, പ്രബോധനം, അത് ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു പ്രദർശനമാണ്. ഒരു സഹോദരനെ വചനം പറഞ്ഞ് ബലപ്പെടുത്തുക. ചിലപ്പോൾ അദ്ദേഹം വലിയ സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് വചനമായിരിക്കും. അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് വചനമാണ്. ചിലപ്പോൾ വചനത്തെ അറിയാതെ ചില സഹോദരന്മാർ പാപത്തിൽ വീണ് കിടക്കുന്നുണ്ടാകാം. അവർക്ക് വചനപ്രകാരം പ്രബോധനം കൊടുക്കണം. ഇത് സഭയിലെ ശുശ്രൂഷകൻ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. പിന്നെയോ ഓരോ വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയുമായി ഈ രീതിയിലുള്ളൊരു ഫെലോഷിപ്പ്, അവനെ പ്രബോധിപ്പിച്ച് വചനത്തിൽ ഉറപ്പിക്കുക, അങ്ങനെ ഒരു ദൗത്യം വചനത്തിൽ കിടക്കുന്നുണ്ട്. പലപ്പോഴും അത് നമ്മളിൽ പലരും അറിയുകയില്ല. എനിക്ക് ഇങ്ങനൊരു ദൗത്യമുണ്ട്, എൻ്റെ സഹോദരനെ, മറ്റു സഭാവിശ്വാസികളെ പ്രബോധിപ്പിച്ച് വചനത്തിൽ ഉറപ്പിക്കണമെന്നൊരു ദൗത്യം എൻ്റെ മേലുണ്ട് എന്നുള്ള കാര്യം പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. കൊളോസ്യ 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. കണ്ടോ, തമ്മിൽ പഠിപ്പിക്കുക. എബ്രായ 10:25 ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് പരസ്പരം പ്രബോധിപ്പിക്കുക. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ പ്രബോധിപ്പിക്കുക, അത് ആവശ്യമാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. മുതിർന്ന വിശ്വാസികൾക്ക് അവരുടെ അനുഭവത്തിലൂടെ പല കാര്യങ്ങളും അവർ ഗ്രഹിച്ചിട്ടുണ്ട്. പുതിയ വിശ്വാസികൾക്ക് വചനപ്രകാരം നല്ല ഉപദേശം കൊടുക്കുവാൻ മുതിർന്ന ആത്മീയരായ വിശ്വാസികൾക്ക് സാധിക്കും. അവർ ശരിക്കും ആത്മീയരാണെങ്കിൽ, അല്ലെങ്കിൽ പറ്റില്ല. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. സഭാവിശ്വാസികളിൽ ആരെങ്കിലും ഒരു കെണിയിൽ വീഴാൻ പോകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ അവനെ പ്രബോധിപ്പിക്കണം. സത്യം ഇതാണ്, വചനം ഇതാണ് പറയുന്നത്. ഇതാ ഒരു സഹോദരൻ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ പറയണം, സഹോദര, നീ വ്യഭിചാരമാണ് ചെയ്യാൻ പോകുന്നത്. വചനത്തിലൂടെ തിരുത്തണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. എത്ര ശുഭം, എത്ര മോഹനം, സോദരരൊത്തു വസിപ്പതോർത്താൽ. ആഹാ, എത്ര ശുഭം, എത്ര മോഹനം, സോദരർ ഒത്തുവസിപ്പതോർത്താൽ. ആഹാ, സിയോൻ ഗിരിയതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. ആഹാ, സിയോൻ ഗിരിയതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. രേഷ്മയുടെ അമ്മ പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയും.
ഹല്ലേലൂയ. സ്തുതിക്കുന്നു പിതാവേ, കർത്താവേ, സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഹല്ലേലൂയ. സ്തോത്രം, കേൾക്കുവാനും സ്തോത്രം. അങ്ങയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തന്ന ഈ അവസരത്തിനായി നന്ദി പറയുന്നു. പിതാവേ, ഓരോ നിമിഷവും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു. സ്തോത്രം, കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. സ്തോത്രം. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചു തരണമേ എന്ന് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. അന്യോന്യം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും യെസ് ലോർഡ്. പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അകൃത്യങ്ങളും പാപങ്ങളും ചെയ്ത് ജീവിക്കുന്നവരെ കർത്താവേ, അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിൽ ഞങ്ങൾ വിശുദ്ധിയുള്ളവരായി ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മക്കളായി തീർത്ത ആ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. കർത്താവേ, 2 or 3 പേർ യേശുവിന്റെ നാമത്തിൽ കൂടുന്നിടത്ത് അങ്ങേ സാന്നിധ്യം അങ്ങേ സാന്നിധ്യത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ രക്തം ഞങ്ങളുടെ സകല പാപങ്ങളെയും പോക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനായി നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു നാഥ. അങ്ങയെ ഇഷ്ടപ്രകാരം അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കൃപ നൽകുമാറാകണമേ. അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും അപ്പാ. പ്രത്യാശയോടുകൂടി അവസാനത്തോളം നിൽക്കുവാൻ ജീവിക്കുന്നതിനായി ഞങ്ങൾക്ക് കൃപ നൽകണമേ. കൃപ തരണമേ. ബ്രദറിന്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആമേൻ. ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വരണമേ. കർത്താവ് നമ്മളെല്ലാവരെയും ഇന്നത്തെ ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.